കഷ്ടതയുടെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നിന്റെ കഷ്ടതകൾ മാറാൻ പോകുകയാണ്. ഞാൻ പറയുന്നത് കഷ്ടതയ്ക്കൊരു ശമനം വരുമെന്നല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിച്ചാൽ കഷ്ടതയ്ക്ക് ഒരു ആശ്വാസം കിട്ടുമെന്നല്ല പറയുന്നത്. ഇന്ന് പകൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുക. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ക്രിസ്തു യേശുവിൻ്റെ ജയം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചാട്ടെ. കഷ്ടങ്ങളിൽ അവൻ പ്രാർത്ഥിക്കുന്നവൻ ഇന്നു പകൽ ആ കഷ്ടങ്ങളെ ജയിക്കുവാൻ പോകുകയാണ്. എത്ര വലിയ കഷ്ടതയുടെ നടുവിലാണ് നീ ആയിരിക്കുന്നതെങ്കിലും നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ കഷ്ടതയെ നീ അതിജീവിച്ച് ആ കഷ്ടങ്ങളെ നീ ജയിച്ച് ഈ ദിവസങ്ങളിൽ നീ പുറത്ത് വരുവാൻ പോകുന്നു. ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു. പ്രാർത്ഥിക്കുന്നവൻ കഷ്ടത അനുഭവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം പ്രാർത്ഥന ദൈവമായി ബന്ധമുള്ളതാണ്. പ്രാർത്ഥന ദൈവമായിട്ട് നിന്നെ ബന്ധപ്പെടുത്തുന്നതാണ്. പ്രാർത്ഥന ദൈവമായിട്ടുള്ള ബന്ധത്വത്തിലേക്ക് നിന്നെ കൊണ്ടുവരുന്നതാണ്. ദൈവത്തോട് നിന്നെ അടുപ്പിക്കുന്നതാണ്. പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണ്. അങ്ങനാണെങ്കിൽ ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ദൈവം ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ സകലത്തിന്റെയും ഉടയവനാകുന്ന ഈ കർത്താവിനോട്, ഈ ദൈവത്തോട് പ്രാർത്ഥനയിൽ നിനക്കൊരു ബന്ധമുള്ളപ്പോൾ നിന്റെ ലൈഫിൽ നീ ഇന്ന് അനുഭവിക്കുന്ന നിന്റെ കഷ്ടതയുടെ നടുവിൽ നിന്ന് നിന്റെ പ്രാർത്ഥന കേട്ടിട്ട് ഈ ദിവസങ്ങളിൽ അവൻ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിന്നെ മാനിക്കുവാൻ